ഖുർആൻ അല്ലാഹു നമ്മൾക്ക് ഇറക്കിയത് ഓതാനല്ല, ഓതാൻ വേണ്ടി ഇറക്കിയതല്ല ഖുർആൻ. ഓതിയ കൂലിയില്ലേ? കൂലിണ്ട്. ഒരു ഹർഫിന് 10 ഹസനത്തുണ്ട്. എന്നാൽ അല്ലാഹു നിരന്തരമായി ചോദിക്കുന്ന ചോദ്യം എന്താണ്? അഫലാ തഅഖിലൂൻ, എന്തേ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ എന്നാണ്. എന്തേ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ചുകൂടെ? ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിരന്തരമായ ഖുർആൻ ഈ വിഷയം സൂചിപ്പിക്കുന്നില്ലേ? നിങ്ങൾ റിസർച്ച് ചെയ്യണമെന്ന്, നിങ്ങൾ ഗവേഷണം നടത്തണമെന്ന്, നിങ്ങൾ പഠിക്കണമെന്ന്, നിങ്ങൾ നാട് കാണണമെന്ന്. നിങ്ങൾ ഒരേ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി അവിടെ തന്നെ ചടഞ്ഞുകൂടേണ്ടവരല്ല. നേരത്തെ സൂചിപ്പിച്ചു, കബീനോ ജവാൻ മുസ്ലിം തദബ്ബുർ ബി കിയാ തൂനെ क्या गरदोंता तू जिसका है एक टूटा हुआ तारा, तुझे आभास है अपने कोई निस्बत हो नहीं सकती कि तू गुफ्तार वो किरदार तू साबित व सയ്യാറാ. നിനക്ക് നിന്റെ ഉപ്പമാരുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഉപ്പ എന്ന് പറയുമ്പോൾ നിന്റെ നേരെ ഉപ്പയല്ല. നിന്റെ ഉപ്പ എന്ന് പറയുമ്പോൾ നിന്റെ നേരെ ഉപ്പല്ല. ഗസാലി ഇമാമുമായിട്ട് എന്ത് ബന്ധമാ നിനക്കുള്ളത്? മഹാനായ ഇമാം ബുഖാരിയുമായിട്ട് എന്ത് ബന്ധമാ നിനക്കുള്ളത്? മുസ്ലിം തങ്ങളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? റാസിയുണ്ട്, ഇബ്നു സീനയുണ്ട്, ഇബ്നു റുഷ്ദുണ്ട്. എത്രയെത്ര പണ്ഡിതന്മാരാണ് അബ്ബാസികൾ നമ്മൾക്ക് സംഭാവന ചെയ്തത്. മെഡിസിനിൽ വേറെ ഓരോ ആളുകളുടെ പേര് പറഞ്ഞാൽ തന്നെ മണിക്കൂറുകളോളം പറയാൻ പേരുകളുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അല്ലാഹു തആല നിരന്തരമായി ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, കാമുകിക്ക് വേണ്ടി കഴുത്തറുത്ത് മാംസമാക്കിയ ഒട്ടകത്തെ കുറിച്ച് അല്ലാഹു അവരോട് പറഞ്ഞു, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ എന്തേ ഒട്ടകം എങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തേ നമ്മുടെ നാട്ടിലുള്ള പശുക്കളെ അല്ലാഹു മരുഭൂമിയിലേക്ക് സൃഷ്ടിക്കാത്തത്? മരുഭൂമിയുടെ കപ്പലായി നമ്മുടെ നാട്ടിലുള്ള പശുക്കളെ അല്ലാഹു സൃഷ്ടിക്കാത്തത് എന്തുകൊണ്ട്? അഫലാ യൻളുറൂൻ, എന്തേ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൂടെ? എന്തുകൊണ്ടാണ് അല്ലാഹു ഈ മരുഭൂമിയിലേക്ക് ഒട്ടകത്തെ അല്ലാഹു സൃഷ്ടിച്ചത്? ഗവേഷണം നടത്താനാ പറയുന്നത്, റിസർച്ച് ചെയ്യാനാ പറയുന്നത്. എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട്, വാഫികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പഠിക്കുന്ന കാലത്ത് നമ്മൾക്ക് പഠിക്കണമെന്നുള്ള ചിന്തയുണ്ടാവാറില്ല. അതെത്ര പറഞ്ഞാലുണ്ടാവൂല. കളിക്കണമെന്നുള്ള ചിന്തയാ ഉണ്ടാവാറുള്ളത്. പഠിച്ചു കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോ, പടച്ചോനെ ഞാൻ എന്റെ വിലപ്പെട്ട സമയങ്ങളെ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ചിന്ത വരാറുണ്ട്. അത് ഞങ്ങളോടും ഞങ്ങളുടെ ഉസ്താദുമാര് പറഞ്ഞിരുന്നു. ഉസ്താദുമാര് വന്ന ബഹുഭൂരിഭാഗം ഉസ്താദുമാരും പറയാറുള്ളൊരു സ്ഥിരം ഡയലോഗ് ഇതായിരുന്നു, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ആലോചിക്കുക. അതിപ്പോ ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ തലമുറയോടും പറയും. എല്ലാരും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നടക്കേണ്ട പ്രോസസ് നടക്കുന്നില്ല. അവിടെ നടക്കേണ്ട ഒരു പ്രവർത്തനമുണ്ട്. എന്താണ്? നമ്മുടെ സമയം എത്രയോ നമ്മൾ നഷ്ടപ്പെടുത്തി. എന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതുപോലെ, എന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ ഞാൻ അന്തംഗമ്മിയായി നടന്ന് നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കാലം വരാറുണ്ട്. എത്രയെത്ര സമയമാണ്. ഇനി സമയം തികയാത്തൊരു കാലം വരും. നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹു ഒട്ടകത്തെ സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മരുഭൂമിയിലേക്ക് പശുക്കളെ അയച്ചാൽ എന്താ സംഭവിക്കുക? അവർക്ക് വാഹനം വേണം, അവരുടെ ചരക്കുകൾ സഹിക്കാനും കൊണ്ടുപോകാനും താങ്ങാനും പറ്റിയൊരു വാഹനം. എന്നാൽ മരുഭൂമിയിൽ ഒരു പക്ഷേ 1, 2, 3 ദിവസം വെള്ളം കണ്ടു എന്ന് വരൂല. അപ്പോഴേക്കും നമ്മുടെ പശുക്കളൊക്കെ ചത്തുപോകും. അപ്പൊ എന്താ വേണ്ടത്? വെള്ളം സംഭരിച്ചു വെക്കാനും വെള്ളം ശേഖരിച്ചു വെക്കാനും പറ്റുന്ന ഒരു മൃഗമാവണം. അതുകൊണ്ടാണ് അല്ലാഹു ഒട്ടകത്തെ സെലക്ട് ചെയ്തത്. ഒട്ടകമാണെങ്കിൽ എവിടെ നിന്നെങ്കിലും വെള്ളം കിട്ടിയാൽ ആഴ്ചകളോളം ആ വെള്ളത്തെ ശേഖരിച്ചു വെക്കും. എവിടെ? അതിന്റെ അന്തർഭാഗങ്ങളിൽ, ഉദരഭാഗങ്ങളിൽ അത് ആഴ്ചകളോളം വരുന്ന വെള്ളമാണ് ശേഖരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും, ആവശ്യത്തിനനുസരിച്ച് കുടിച്ചുകൊണ്ടേയിരിക്കും. യാത്രക്കാരായ ആളുകൾ 3 ദിവസം കഴിഞ്ഞു, അവരുടെ കൈകളിൽ വെള്ളമില്ലാത്ത സാഹചര്യം വന്നാൽ ഒട്ടകത്തെ അറുക്കും. എന്തിന്? അകത്ത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കിട്ടാൻ വേണ്ടി ഒട്ടകത്തെ അറുക്കാറുണ്ട്.
അല്ലാഹു എന്തിനെ അവിടെ ഒട്ടകങ്ങളെയും ഇവിടെ പശുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചു? ചിന്തിക്കണം. അതിൽ നിങ്ങൾ ഗവേഷണം നടത്താനുണ്ട്. ഒട്ടകത്തിന്റെ മനക്കരുത്തിനെ കുറിച്ച്, ഒട്ടകത്തിന്റെ സ്വഭാവത്തെ കുറിച്ച്, ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്. പിന്നെ എന്താ പറഞ്ഞത്? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത്. ആകാശങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു എങ്ങനെയാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്? എന്തിനാണ് സൃഷ്ടിച്ചത്? അതിൽ കോടാനകോടി നക്ഷത്രങ്ങളെ കുറിച്ച് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കവികൾ എന്താ ചെയ്തിരുന്നത്? അവിടെയുള്ള കാമുകിമാർക്ക് വേണ്ടി കവിത എഴുതിയിരുന്ന ഒരു സമുദായം ഏതാണ് നക്ഷത്രങ്ങൾക്കിടയിലുള്ള അകലങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതിനിടയിലുള്ള അകലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണെന്ന് അവർ പഠിക്കാൻ തുടങ്ങി. നക്ഷത്രം നോക്കി അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. എന്തിന്? ആകാശ ലോകത്തുള്ള ആസ്ട്രോണമി അവർ പഠിക്കാൻ തുടങ്ങി. ഗോളശാസ്ത്രം പഠിച്ച് കിബില നിർണ്ണയിക്കാൻ തുടങ്ങിയവര്, നിസ്കാര സമയം നിർണ്ണയിക്കാൻ തുടങ്ങി. ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. നീ വായിക്കണം, നീ ചിന്തിക്കണം, നീ പഠിക്കണം, നീ ആലോചിക്കണം, നീ റിസർച്ച് ചെയ്യണം. ഈ ഒരു ആശയമാണ് യുദ്ധങ്ങളെ കുറിച്ച്, മദ്യങ്ങളെ കുറിച്ച്, പെണ്ണിനെ കുറിച്ച്, അതേപോലെ തന്നെ കള്ളിനെ കുറിച്ച്, യുദ്ധങ്ങളെ കുറിച്ച് പാട്ടുപാടിയിരുന്ന കവികളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇഖ്റ എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആ മഹത്തായ വചനമാണ്. അവരാണ് പിന്നെ ആസ്ട്രോണമിയെ കുറിച്ച് പറയാൻ തുടങ്ങിയത്. ആകാശശാസ്ത്രത്തെ, സമുദ്രശാസ്ത്രത്തെ, ഭൂമിശാസ്ത്രത്തെ വളരെ വ്യക്തമായി ലോക ജനതയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാൻ തുടങ്ങിയത്. വർഷങ്ങളായി അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലം കഴിഞ്ഞു. ഏകദേശം 632 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് ഇവിടെ പറയുന്നത്. മഹാന്മാരായ ഖലീഫമാര് 30 വർഷം ഭരിക്കുന്നുണ്ട്. 661 മഹാനായ അലി തങ്ങളുടെ വഫാത്തോടുകൂടി ഉമയ്യ റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ 4000 കണക്കിന് പള്ളികൾ, 4000 ആണോ 2000 ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട്. ഏതായാലും 2000 പറയാം. 2000 കണക്കിന് പള്ളികൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്നു. ആ കാലത്ത് ഓരോ പള്ളികളുടെ ചുറ്റും എന്തുണ്ടായിരുന്നു? പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ പള്ളികളും ഇൽമ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയങ്ങളായിരുന്നു. ഒന്നുകിൽ പള്ളി വിദ്യാലയങ്ങളായിരുന്നു, അല്ലെങ്കിൽ പള്ളിയോടടുത്ത് എന്തുണ്ടായിരുന്നു? പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്? ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. പെണ്ണേ, 21 വയസ്സിലേക്ക് നിന്റെ പ്രായം മാറ്റിയപ്പോൾ പ്രശ്നമുണ്ടാക്കാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ, ശബ്ദിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അത് നല്ലതാണെന്ന് പറയുന്ന നല്ല അഭിപ്രായക്കാരുമുണ്ട്. അത് നല്ലതായി, പെണ്ണിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നവർ ഇല്ലേ? 21 വയസ്സ് ആണിനാണെങ്കിൽ എന്താ പെണ്ണിന് കുഴപ്പം? പെണ്ണിന് 21 ആയിക്കോട്ടെ. എന്നാൽ എന്തിനാ ആണ് പാൻസ് ധരിക്കുമ്പോ പെണ്ണെന്തിനാ ചുരിദാർ ധരിക്കുന്നത്? പെണ്ണും പാൻസ് ധരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പാൻസ് ധരിപ്പിക്കുമ്പോ അതിനെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് ഞങ്ങൾക്കിതിൽ കംഫർട്ട് ഉണ്ട് എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടികളുള്ള കാലമാണിത് അല്ലേ? ബാലുശ്ശേരിയിലെ സ്കൂളിൽ എന്താ നടന്നത്? 200 കുട്ടികളിൽ, പ്രിയപ്പെട്ടവരെ, 200 കുട്ടികളിൽ ആകെ 60 ആൺകുട്ടികളാണ് അവിടെയുള്ളത്. 60 ആൺകുട്ടികൾ, ബാക്കിയുള്ളവരൊക്കെ ഗേൾസ് ആണ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന, പഠിക്കുന്ന പെൺകുട്ടികളോടാണ് ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കാൻ പറയുന്നത്. ഇതെങ്ങനെ ജെൻഡർ ന്യൂട്രാലിറ്റി ആകും? അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികളോട് ചുരിദാർ ധരിച്ചു വരാൻ പറയണ്ടേ? അപ്പൊ അവർ ചോദിക്കും, ആരാ പറഞ്ഞത് പാൻസ് ആണുങ്ങളുടെ വസ്ത്രമാണെന്ന്? ആരാ പറഞ്ഞത്? പാൻസ് ആണുങ്ങളുടെ വസ്ത്രമാണെന്ന് ആരാ പറഞ്ഞത്? അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്ന് ഞങ്ങൾക്ക് തിരിച്ചും ചോദിച്ചുകൂടെ? ചൂരിദാർ പെണ്ണിന്റെ വസ്ത്രം എന്ന് ആരാ പറഞ്ഞത്? അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? 140 പെൺകുട്ടികൾ ഉണ്ടാകുമ്പോ 60 ആൺകുട്ടികളോട് ചൂരിദാർ ധരിച്ചു വരാൻ പറയലല്ലേ പെണ്ണിന് നൽകുന്ന സ്വാതന്ത്ര്യം? അതല്ലാതെ 60 ആൺകുട്ടികൾ ധരിക്കുന്ന പാൻസ് ധരിച്ചിട്ട് സ്ത്രീകളോട് വരാൻ പറയലാണോ? എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ മുസ്ലിം തട്ടമിട്ട പെൺകുട്ടികൾ ഉളുപ്പുണ്ടോ? അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, ആൺവേഷം ധരിക്കുന്ന പെണ്ണുങ്ങളെയും പെൺവേഷം ധരിക്കുന്ന ആൺകുട്ടികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്.
ആൺവേഷമേത് പെൺവേഷമേത് എന്ന് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് ഏതെങ്കിലും ഔദ്യോഗികമായ രേഖയിൽ എഴുതപ്പെട്ട രേഖകളല്ല, നിയമങ്ങളല്ല. തലച്ചോറുള്ളവന് മനസ്സിലാക്കാൻ പറ്റുന്ന തലച്ചോറുള്ളവന് മനസ്സിലാക്കാൻ പറ്റും ആണിന്റെ വസ്ത്രമേത് പെണ്ണിന്റെ വസ്ത്രമേത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആണിന്റേതല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആണല്ലാതാകുമോ? ഈ രാത്രി പകലെന്ന് പറഞ്ഞാൽ ഇത് പകലാകുമോ? നാളെ പകലിൽ നിങ്ങൾ എണീറ്റത് രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാകുമോ? ഇത് ആണിന്റെ വസ്ത്രമല്ലല്ലോ എന്ന് എപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്? ഏതായാലും കുഴപ്പമില്ല, ആരും എന്തും ധരിച്ചോട്ടെ, പക്ഷെ അത് ജെൻഡർ ന്യൂട്രാലിറ്റി ആണെന്ന് പറയണ്ട, അത് പാട്രിയാർക്കിയലാണ്. അത് ആണിന്റെ പേരിൽ ആണിന്റെ വസ്ത്രം പെണ്ണുങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ധരിപ്പിക്കലാണത്. ഇതൊരു ആൺകോയ്മയാണ്. പെണ്ണിന് വേണ്ടിയുള്ള, പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ശബ്ദമല്ലാതെ. എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവേണ്ടേ, ബുദ്ധി നിങ്ങൾക്കുണ്ടാവേണ്ടേ? 60 കുട്ടികൾ ധരിക്കുന്ന പാൻസ് എന്തിന് ഞങ്ങൾ ധരിക്കണമെന്ന് തിരിച്ചു ചോദിച്ചാൽ പോരെ? അവരോട് ചുരിദാർ ധരിച്ചു വരാൻ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ പോരെ? പക്ഷേ ചോദിക്കൂല. അതിനുള്ള തന്റെ ഇടം നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. ആ ഒരു പ്രഭാവവും നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരണം ഇസ്ലാമിന്റെ പൈതൃകത്തിലേക്ക്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അറബികളാണ് എന്തൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ശാസ്ത്രലോകത്തെ നിലവിലെ നിപുണരായ ശാസ്ത്രജ്ഞന്മാരായി പിന്നെ മാറുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മനോഹരമായ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടാണ്. അല്ലാഹു അടുത്തതായി എന്താ ചോദിച്ചത്? എങ്ങനെയാണ് ആകാശങ്ങൾ അല്ലാഹു ഉയർത്തിയത് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ചെറിയ സ്റ്റേജിന് പോലും എത്രയോ പില്ലറുകളുണ്ട്. എന്നാൽ വിശാലമായി നീണ്ടു കിടക്കുന്ന ആകാശങ്ങളിൽ എവിടെയാ പില്ലർ? ആരാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്? ആരാണ് ഇതിനെ നിലനിർത്തുന്നത്? ഈ നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നവർ ആര്? നക്ഷത്രങ്ങൾ കൊണ്ട് വഴി നമ്മൾ കണ്ടുപിടിക്കാറുണ്ടല്ലോ. സൂര്യന് പ്രകാശം നൽകുന്നവർ, ചന്ദ്രന് പ്രകാശം നൽകുന്നവർ എല്ലാം അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാറ്റിനും അല്ലാഹുവിന്റെ കൽപ്പനകളുണ്ട്. ഇങ്ങനെ നിരന്തരമായ പരിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളിൽ നിന്നാണ് ഗോളശാസ്ത്രം പഠിക്കാൻ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചത്. അടുത്തതായി അല്ലാഹു ചോദിച്ചു, ഈ പർവ്വതങ്ങളെ ഭൂമിയുടെ ആണിയായി അല്ലാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്, എന്തിനാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അവര് പർവ്വതങ്ങൾ കണ്ടിട്ടുണ്ട്. ഉഹുദ് പർവ്വതം കണ്ടിട്ടുണ്ട്, ജബൽ അബീ ഖുവൈസ് കണ്ടിട്ടുണ്ട്, പല പർവ്വതങ്ങളും അവർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഭൂമിയെ നിലനിർത്തുന്ന ആണികളാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാണ്. പിന്നെ ചോദിച്ചു, ഈ ഭൂമിയെ ഞാൻ എങ്ങനെയാണ് പരത്തി തന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന്? ഇതെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ഓതിക്കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഒരു നേതാവ് നമ്മൾക്കുണ്ടായിരുന്നു. ദിവസവും അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്ത പ്രഭാഷണങ്ങളില്ല. ഇനി വാദങ്ങളാണെങ്കിലും രാഷ്ട്രീയ പ്രഭാഷണങ്ങളാണെങ്കിലും. എന്തുകൊണ്ട്? അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ജീവിച്ച ആളാണ്. നിരന്തരമായി ബാഫഖി തങ്ങളെ കുറിച്ച്, ശംസുൽ ഉലമയെ കുറിച്ച്, കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച്, സ്വന്തം ജീവിതത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം സമൂഹത്തിന് വേണ്ടി ജീവിച്ച മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാരെ കുറിച്ച്, ബഷീർ മുസ്ലിയാരെ കുറിച്ച് എന്തുകൊണ്ട് നിരന്തരമായി പ്രഭാഷണങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു? അവരുണ്ടാക്കിയൊരു പൈതൃകമുണ്ട്. അവർ വിട്ടുപോയിട്ട് എത്ര വർഷമായി? CH വിട പറഞ്ഞ്, ബാഫഖി തങ്ങൾ വിട പറഞ്ഞ്, ശംസുൽ ഉലമ വിട പറഞ്ഞ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വിട പറഞ്ഞ് എത്ര വർഷങ്ങളായി? അവരുണ്ടാക്കിയൊരു ലെഗസിയുണ്ട്, അവരുണ്ടാക്കിയൊരു പൈതൃകമുണ്ട്, അവർ നമ്മൾക്ക് തന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമാണ് നിരന്തരമായി വർഷങ്ങളായി അയവിറച്ചുകൊണ്ടേയിരിക്കുന്നത്, നമ്മൾ നിരന്തരമായി സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ നാളെ മരിക്കുമ്പോൾ നമ്മൾക്ക് അവകാശപ്പെടാനുള്ള ലെഗസി എന്താണ്? എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഉണ്ടാക്കിയ വീഡിയോകളല്ലേ നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ള നിങ്ങളുടെ ലെഗസി? അത് നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടാകും. നിങ്ങൾ നാളെ മരിച്ച് ഖബറിൽ കിടന്നാലും നിങ്ങൾ നൃത്തം ചെയ്യുന്ന ആ ഒരു വീഡിയോകൾ ടിക്ടോക്കിൽ എവിടെ ഉണ്ടാകും, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാകും, യൂട്യൂബിൽ ഉണ്ടാകും. നിങ്ങളുടെ മക്കളത് കാണും. എന്റെ വല്യമ്മ ഇങ്ങനെയായിരുന്നു എന്ന് അവരുടെ ജനറേഷന് കാണിച്ചു കൊടുക്കാം. ആർക്ക്? നിങ്ങൾ അയച്ച ഫോട്ടോകൾ, നിങ്ങൾ പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾ തല മറക്കാതെയും തല മറച്ചിട്ടും, ഔറത്ത് മറക്കാതെയും ഔറത്ത് മറച്ചിട്ടും നിരന്തരമായി നൃത്തം ചെയ്തുകൊണ്ട് ഓരോ വീഡിയോകൾ നിങ്ങൾ റീൽസായി ഇൻസ്റ്റയിൽ
ഇൻസ്റ്റയിലും ടിക്ടോക്കിലും പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും മരിക്കാതെ ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കപ്പെടുന്ന വീഡിയോകളാണ്. ആ ലഗസി അല്ലാതെ എന്തു ലഗസിയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? അത് കണ്ടിട്ട് എത്രയോ ചെറുപ്പക്കാർ മാഷാ അല്ലാഹ് എന്ന് പറയാൻ, അവസം എന്ന് പറയാൻ, ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ, എന്നിട്ട് അവരിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ചെറുപ്പക്കാരും നിരന്തരമായി ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് നാളെ നമ്മൾ മരിച്ച് നമ്മുടെ ഖബറിൽ കിടക്കുമ്പോൾ ഈ വീഡിയോകൾ നിങ്ങൾക്ക് സമാധാനമാണോ സന്തോഷമാണോ നൽകുക എന്ന് ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരി. ഈ വീഡിയോകൾ കാരണത്താൽ നമ്മൾ നാളെ സന്തോഷിക്കുകയാണോ അതോ ദുഃഖിക്കുകയാണോ? ഓരോ വസ്ത്രം നമ്മൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ച് പുതിയ പുതിയ ഡിസൈനുകൾ ഉണ്ടാക്കി മുടിയെല്ലാം സ്ട്രൈറ്റനിങ് ചെയ്ത് എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ സൗന്ദര്യം പ്രകടിപ്പിച്ച് നൃത്തം ചെയ്യുന്നുണ്ട്, വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പുതിയ 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 ഷോർട്ട് ഫിലിമുകൾ നമ്മൾ ആക്ട് ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം വീഡിയോകൾ നാളെ റൂഹ് പിടിക്കാൻ ഇസ്രായീൽ അലൈഹിസ്സലാം കടന്നു വരുമ്പോ ഈ വീഡിയോകൾ കാരണത്താൽ നമ്മൾക്ക് സന്തോഷമാണോ അതോ പ്രയാസമാണോ അനുഭവിക്കുക? ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരി. നാളെ മരിച്ച് ഖബറിൽ കിടക്കുന്ന ഒരു രംഗം, നമ്മൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ കണ്ണീർ പൊഴിക്കുന്നുണ്ട്, കുടുംബക്കാർ ചുറ്റുഭാഗത്ത് വന്നിങ്ങനെ തവാഫ് ചെയ്തവർ വേദനയോടെ തിരിച്ചു പോകുന്നുണ്ട്. നിങ്ങളെ നന്നായി കുളിപ്പിച്ച് കഫൻ ചെയ്ത് ദഫൻ ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പള്ളിയിൽ വെച്ച് ഇമാമ പറയുന്നു, ഇയാൾക്ക് ഈ പെണ്ണിന് എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കടങ്ങൾ മക്കളെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറയാറില്ലേ? ഏത് മയ്യത്തിന്റെ മുമ്പിൽ വെച്ചാണ് ഉസ്താദുമാര് പറയാത്തത്? പള്ളിയിൽ ഇങ്ങനെ കഫൻ ചെയ്ത് പള്ളിയിൽ ഇങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് ഇമാമായി മയ്യത്ത് നിസ്കരിക്കുന്ന വ്യക്തി പറയാറുണ്ട്, ഇയാൾക്ക് വല്ല കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ മക്കളെ കണ്ടാൽ മതി, മക്കളെ ഏറ്റെടുത്തോളുമെന്ന്. എന്നാൽ മക്കൾ കടങ്ങളേറ്റെടുത്താൽ കടങ്ങൾ ബാക്കിയാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കടങ്ങൾ തീരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏത് കടമാണ് മക്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയുക? ഏത് കടമാണ് മക്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയുക? നിങ്ങൾ ഉണ്ടാക്കിയ സാമ്പത്തികമായ കടങ്ങളല്ലേ മക്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയൂ? നിങ്ങളുടെ നാവ് കൊണ്ടുണ്ടാക്കിയ കടങ്ങൾ ഏത് മക്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയുക? ഉസ്താദിന് സമാധാനം പറയാൻ പറ്റുമോ? മക്കൾക്ക് സമാധാനം പറയാൻ പറ്റുമോ? നമ്മുടെ നാവുകൾ കൊണ്ടുണ്ടാക്കിയ കടങ്ങള്, നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ കടങ്ങള്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ കോളേജിൽ പോയാൽ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാറുണ്ട്. നിഷ്ഠൂരമായി, എത്ര മോശമായി, കഠിനമായി പീഡിപ്പിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്, സീനിയേഴ്സ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉസ്താദ് പറയും കടങ്ങൾ തീർക്കാൻ. മക്കൾ തീർക്കും. ഏത് കടം? സാമ്പത്തികമായ കടം. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജൂനിയേഴ്സിനെ പീഡിപ്പിച്ചത്, നാട്ടിലിരിക്കുന്ന സമയത്ത് ഗുണ്ടായിസം കാട്ടിയത്, ഈ കടങ്ങൾ എവിടെ ബാക്കിയാണ്? ആ കടം വീട്ടാൻ നിങ്ങളുടെ മക്കൾക്ക് കഴിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദര? ഈ കടം വീട്ടാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരി? എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു ഹദീസുണ്ട്, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഹജ്ജ് കൊണ്ടും സകാത്ത് കൊണ്ടും എല്ലാവരും രക്ഷപ്പെടും. ആര് രക്ഷപ്പെടൂല? ഇല്ലദ്ദൈൻ, കടമുള്ളവർ രക്ഷപ്പെടൂല. ഈ കടമെന്ന് പറയുമ്പോ നമ്മളൊക്കെ മനസ്സിലാക്കി ഈ സാമ്പത്തികമായ കടമെന്ന്. സാമ്പത്തികമായ കടം മാത്രമല്ല, സാമ്പത്തികമായ കടം ഏറ്റെടുക്കാൻ ഇവിടെ മക്കളുണ്ട്. നമ്മുടെ നാവുകൾ കൊണ്ടുണ്ടാക്കിയ കടം അവിടെ ബാക്കിയാണ്. നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ കടങ്ങൾ അവിടെ ബാക്കിയാണ്. ഈ കടം വെച്ചിട്ടാണ് നമ്മൾ ഖബറിലേക്ക് പോകുന്നത്. ഈ കടം വെച്ചിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് പോകുന്നത്. സ്വർഗത്തിന്റെ 7 അയലത്ത് പോലും എത്തൂല ഈ കടങ്ങൾ ബാക്കിയുള്ളവർ. അതുകൊണ്ട് നാവ് കൊണ്ടുണ്ടാക്കുന്ന കടങ്ങളെ സൂക്ഷിക്കണേ, കൈകൾ കൊണ്ടുണ്ടാക്കുന്ന കടങ്ങളെ സൂക്ഷിക്കണേ. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ മുഅ്മിനീങ്ങളെ. ഏതായാലും ടിക്ടോക്കുകളായ ഇൻസ്റ്റ ഉപയോഗിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളായാലും ഞാൻ ചോദിക്കട്ടെ, നാളെ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് ദഫൻ ചെയ്യാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഖബറിൽ മറമാടി എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ മഹാന്മാരായ മുൻകർ നക്കീർ കടന്നു വന്നിട്ട് നിന്റെ റബ്ബേതാണ്, നിന്റെ ദീനേതാണ് എന്ന് ചോദിക്കുമ്പോ നീ ഉണ്ടാക്കി വിട്ട വീഡിയോകൾ നിനക്ക് ഉപകാരമാണോ നിനക്ക് ഉപദ്രവമാണോ ലഭിക്കുന്നത്? ടിക്ടോക്കുകൾ കൊണ്ട് ഒരുപാട് ആളുകൾ സ്വർഗം സമ്പാദിക്കുമ്പോ വേറെ ചില ആളുകൾ നരകം വാങ്ങുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം കൊണ്ട് ഒരുപാട് ആളുകൾ സ്വർഗം വാങ്ങിക്കുമ്പോ ദൗർഭാഗ്യരായ നിർഭാഗ്യവാന്മാരായ പല ആളുകളും നരകം വാങ്ങുന്നു.
വാങ്ങുന്നുണ്ട്. ഈ വീഡിയോകൾ നീ തന്നെ ആലോചിക്ക്. നീ ഉണ്ടാക്കിയ വീഡിയോകൾ നിനക്ക് നാളെ മുൻകർ നക്കീർ ചോദ്യം ചെയ്യാൻ കടന്നു വരുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ നൽകാൻ പോകുന്നത്? അതേപോലെ നീ നമ്മളൊക്കെ നാളെ മഹ്ശറയിലെത്തി വലത് കൈയിലാണോ ഇടത് കൈയിലാണോ കിതാബ് നൽകപ്പെടുന്നത് എന്ന ആശങ്കയോടെ വെപ്രാളത്തോടിരിക്കുമ്പോ നമ്മൾ ഉണ്ടാക്കിയ ഈ വീഡിയോകൾ, ഈ ഷോർട്ട് ഫിലിമുകൾ, നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ഷൂട്ടുകൾ, നമ്മൾ അയച്ച ഫോട്ടോകൾ, ഇതെല്ലാം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വലത് കൈയിലും ഇടത് കൈയിലും കിതാബ് നൽകപ്പെടുമ്പോൾ നമ്മൾക്ക് സന്തോഷമാണോ നൽകുക, അതല്ല പ്രയാസമാണോ നൽകുക? നാളെ മഹ്ശറാലോകത്ത് നന്മയും തിന്മയും തൂക്കി നോക്കുന്ന മീസാൻ എന്ന തുലാസുണ്ട്. ആ തുലാസിലേക്ക് നന്മ തിന്മ ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോ ഈ വീഡിയോകൾ നന്മയുടെ തുലാസിന് ഭാരമാണോ നൽകുക, അതല്ല തിന്മയുടെ തുലാസിനാണോ ഭാരം നൽകുക? ഇതൊക്കെ പോട്ടെ, കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ അല്ലാഹു ചോദ്യം ചെയ്യാൻ വേണ്ടി നിന്നെ വിളിക്കുമ്പോ ആദം സന്തതികളുടെ കാൽപാദങ്ങൾ അനക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ ചോദിക്കുന്നത് വരെ, 5 കാര്യങ്ങൾ ചോദിക്കുന്നത് വരെ. എന്താണ്? അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി, ഹിസാബിന് വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മൾ നമ്മുടെ ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളും ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകളായി ഫോളോവേഴ്സിന് വേണ്ടി, ലൈക്കിന് വേണ്ടി, ഷെയറിന് വേണ്ടി, സെലിബ്രിറ്റികളായി മാറാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ വീഡിയോകൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സമാധാനമാണോ അതോ ദുഃഖമാണോ ഉണ്ടാവുക? അതേപോലെ നാളെ മഹ്ശറാലോകം കഴിഞ്ഞ് സിറാത്ത് പാലം കടക്കാൻ പോവാണ്. നമ്മളെല്ലാവരും സിറാത്ത് പാലം നിർബന്ധമായും കടക്കേണ്ടി വരുമല്ലോ. ഒരാൾക്കും സിറാത്ത് പാലം കടക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല. പല ആളുകളും മിന്നൽ വേഗതയിൽ പോകുമ്പോ, അമിതമായ വേഗതയിൽ അതിശീഘ്രം മുന്നേറുമ്പോ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നരകത്തിലേക്ക് വീഴുമോ, അല്ല ഞാൻ രക്ഷപ്പെടുമോ എന്ന പേടിയോടെ നടക്കുന്ന സന്ദർഭത്തില് നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്റ് ചെയ്ത വീഡിയോകളും ഇമേജുകളും നമ്മൾ രക്ഷപ്പെടുത്തുമോ ഇല്ലയോ എന്ന് ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരി. നമ്മൾ മരിച്ചാലും ബാക്കിയാവാത്ത ബാഡ് ലെഗസിയാണത്, നല്ല ലെഗസിയല്ല, നല്ല പൈതൃകമല്ലത്. അതുകൊണ്ട് മഹാനായ ഇമാം ഗസാലിയെ പോലെ, മഹാനായ ഇമാം ഷെയ്ഖ് ബുഖാരി തങ്ങളെ പോലെ, മുസ്ലിം തങ്ങളെ പോലെ ലോക രാജ്യങ്ങളിൽ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന പൈതൃകമായി നമ്മൾ മാറണം. ജനറേഷൻ എത്ര കഴിഞ്ഞാലും, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും നിരന്തരമായി അയവിറക്കപ്പെടുന്ന, സ്മരിക്കപ്പെടുന്ന സ്മരണകളായി നമ്മൾ മാറണം. അതിനു വേണ്ടിയാവട്ടെ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെല്ലാം അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അല്ലാഹു പറഞ്ഞത് പെൺകുട്ടിയും ആൺകുട്ടിയും പഠിക്കണമെന്നാണ്. പെണ്ണ് പഠിക്കണ്ട, ആൺ മാത്രം പഠിച്ചാൽ മതി എന്നല്ല. 21 വയസ്സ് പ്രായം ഇതാ തീരുമാനിക്കപ്പെടാൻ പോവാണ്. വേണ്ടോ അല്ലെങ്കിൽ വേണ്ടയോ വേണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളാണ് പലപ്പോഴും പല ആളുകൾ വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം വരുന്നതിന് മുമ്പ് എന്റെ നിക്കാഹ് നടക്കണം, എന്റെ മക്കളുടെ നിക്കാഹ് നടക്കണം. എന്താ ഉസ്താദേ ചെയ്യാ? എന്റെ ഭർത്താവ് ഗൾഫിലാണ്, തീരുമാനം വന്നാ പിന്നെ വീണ്ടും ഒരു 3 വർഷം കാത്തിരിക്കണ്ടേ, അതുകൊണ്ട് വക്കാലത്താക്കിയിട്ട് നിക്കാഹ് കഴിച്ചൂടെ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? പെണ്ണ് നാട്ടില, ഉപ്പ ഗൾഫില, പുതിയാപ്പിള ഖത്തറില, ഉപ്പ ദുബൈയില. എന്നിട്ട് ദുബായിൽ വെച്ചിട്ട് നിക്കാഹ്. ആണിന് വേണ്ടി, പുതിയാപ്പിളയ്ക്ക് വേണ്ടി പുതിയാപ്പിളയുടെ ഉപ്പയോ അളപ്പയോ ചങ്ങാതിയോ സ്വീകരിക്കാം. ഇന്നാലിന്നവന് വേണ്ടി ഇന്നാലിന്ന പെണ്ണിനെ ഞാൻ സ്വീകരിച്ചു. എന്തിന്? തീരുമാനം വന്നാൽ പിന്നെ നിക്കാഹ് വൈകുമല്ലോ. ഇസ്ലാം പഠിപ്പിക്കുന്നത് വളരെ നേരത്തെ നിക്കാഹ് കഴിപ്പിക്കണം എന്ന് തന്നെയാണ്. ഇസ്ലാം നിക്കാഹ് വൈകുന്നതിനോട് ഇസ്ലാം യോജിപ്പില്ല. പ്രായപൂർത്തി എത്തിയത് മുതൽ നിക്കാഹ് കഴിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. എന്തിന്? പ്രായപൂർത്തി എത്തുമ്പോഴാണ് ഒരു പെണ്ണിന് ആണിനോട് അട്രാക്ഷൻ തോന്നുന്നത്, ആണിന് പെണ്ണിനോടും അട്രാക്ഷൻ തോന്നുന്നത്. ഇത് പ്രകൃതിയാണ്. ഇങ്ങനെ ആർക്കെങ്കിലും താല്പര്യം തോന്നുന്നില്ലെങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ്. ഒരു ആണിന് പെണ്ണിനോട് താല്പര്യം തോന്നുന്നില്ല, അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഒരു പെണ്ണിന് ആണിനോട് താല്പര്യം തോന്നുന്നില്ല, പെണ്ണിനും എന്തോ കുഴപ്പമുണ്ട്. പ്രായപൂർത്തി എത്തിയാൽ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യവും അട്രാക്ഷനും തോന്നുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രണയം പോലെ അവിഹിത ബന്ധങ്ങൾ നടക്കാതിരിക്കാൻ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ പ്രായപൂർത്തിയായ ഉടനെ കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ ഏതായാലും ഇങ്ങനൊരു തീരുമാനം വന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. 21 വയസ്സാണ് ഇനി മുതൽ പെൺകുട്ടികളുടെ വിവാഹപ്രായമെന്ന്. ടെൻഷൻ വേണ്ട, നന്നായി പഠിക്കാലോ. പഠിച്ചില്ലെങ്കിൽ +2
കഴിഞ്ഞിട്ട് 8 വർഷം 6 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും നിക്കാഹ് കഴിയാൻ, ഒരു വിവാഹം കഴിയാൻ. അപ്പൊ വീട്ടിലുള്ള ഉമ്മയ്ക്ക് ഉപ്പയൊക്കെ വിചാരിക്കും, പഠിച്ചോനെ ഈ പെണ്ണിങ്ങനെ എത്ര കാലമാ വീട്ടിലിരിക്കുന്നത്, ഈ പെണ്ണിനും ബോറടിക്കാൻ തുടങ്ങും. അപ്പൊ പെണ്ണ് വിചാരിക്കും ഇനി പഠിച്ചില്ലെങ്കിൽ രക്ഷയില്ല, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേഗം ഒരു പുതിയാപ്പിള സെറ്റായാൽ, ചെറുക്കൻ സെറ്റായാൽ പഠനമൊക്കെ നിർത്തി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാലോ. ഇനി അത് നടക്കൂല, 21 വയസ്സ് വരെ കാത്തിരിക്കണം. അപ്പൊ ഇതൊരു പോസിറ്റീവായി എടുത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും നന്നായി പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്ത മുസ്ലിമീങ്ങളായ ആണും പഠിക്കണം, മുസ്ലിമാസുകളായ പെണ്ണും പഠിക്കണം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു പണ്ഡിതയായിരുന്നില്ലെങ്കിൽ എത്രയോ മസ്അലകൾ നമ്മൾക്ക് നഷ്ടപ്പെടുമായിരുന്നു, എത്രയോ ഹദീസുകൾ നമ്മൾക്ക് നഷ്ടപ്പെടുമായിരുന്നു, എത്രയോ ചരിത്രങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ വ്യക്തമായ ജീവിതരേഖ നമ്മൾക്ക് കാണിച്ചു തന്നത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയോട് ഉമർ തങ്ങൾ മസ്അലകൾ ചോദിക്കാറുണ്ടായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മസ്അലകൾ ചോദിക്കാറുണ്ടായിരുന്നു. പണ്ഡിതയായ ഒരു പെണ്ണായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതേപോലെ നബി തങ്ങളുടെ മറ്റുള്ള ഭാര്യമാരെല്ലാം പണ്ഡിതന്മാരായ ഭാര്യമാരായിരുന്നു. അവരിൽ നിന്നാണ് നബി തങ്ങളുടെ ജീവചരിത്രം നമ്മൾക്ക് വ്യക്തമായി കിട്ടിയത്, ഒരുപാട് ഹദീസുകൾ നമ്മൾക്ക് കിട്ടിയത്. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ ഇൽമ പഠിക്കണ്ട എന്നല്ല, പെൺകുട്ടികളാണ് ആൺകുട്ടികളെക്കാളും ഇൽമ പഠിക്കേണ്ടത്. കാരണം നിങ്ങളുടെ കൈകളിലാണ് മക്കളുള്ളത്. പുരുഷന്മാർ ജോലിക്ക് വേണ്ടി, സമ്പാദ്യങ്ങൾക്ക് വേണ്ടി, മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി ഗൾഫിലും അതേപോലെ പല രാജ്യങ്ങളിലും പല നാടുകളിലും പല സ്ഥലങ്ങളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ വർഷങ്ങളായി മാസങ്ങളായി അകന്നു നിൽക്കുമ്പോ 24 മണിക്കൂറും മക്കളെ കിട്ടുന്നത് നിങ്ങളുടെ കൈകളിലാണ്. അതുകൊണ്ട് ഒരു ആൺകുട്ടി പഠിക്കുന്നതിനേക്കാളും പഠനം കൊണ്ട് ഉപകാരം ഉണ്ടാവുന്നത് പെണ്ണ് പഠിക്കുമ്പോഴാണ്. പെണ്ണ് പഠിക്കുമ്പോഴാ മക്കൾക്ക് ഉപകാരം ഉണ്ടാവുക, ആണ് പഠിക്കുമ്പോഴല്ല. ആണ് പഠിക്കുമ്പോഴല്ല, ഉപ്പ പണ്ഡിതനായാലല്ല മക്കൾക്ക് ഉപകാരം ഉണ്ടാവുന്നത്, ഉമ്മ പണ്ഡിതയാകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ നന്നായി നമ്മൾ പഠിപ്പിക്കണം. എത്ര കണ്ട് ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോകാൻ നമ്മൾ നമ്മുടെ പെൺമക്കളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. പഠിച്ചാലേ ഇനിയുള്ള കാലത്ത് നമ്മൾക്ക് നമ്മുടെ പൈതൃകം നിലനിർത്താൻ കഴിയൂ. യുപിയിലൊക്കെ നിരന്തരമായി ഓരോ ദിവസം ഓരോ പേരുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അക്ബർ അലഹബാദി, അക്ബർ പ്രയാഗ്രാജായി മാറി. ഇങ്ങനെ ഓരോ പേരുകൾ, മുസ്ലിം നാമങ്ങളൊക്കെ മാറ്റപ്പെടുകയാണ്. ഫിറോസ് ഷാ മാറി, ഫിറോസ് ഷാ കൊട്ല എന്ന് പറയുന്ന സ്റ്റേഡിയം മാറി. മുസ്ലിം നാമങ്ങളുള്ള മുസ്ലിമീങ്ങളുടെ ഐഡന്റിറ്റിയൊക്കെ എടുത്തു കളയുന്ന ഒരു സാഹചര്യമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഏതൊരു സമുദായത്തിന്റെയും അടയാളങ്ങൾ മുഴുവനും നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ സമുദായത്തിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല. അടയാളങ്ങൾ, ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഐഡന്റിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കണം. ഐഡന്റിറ്റിയുടെ ഏതെങ്കിലും ഒരു അംശം ഉണ്ടായാൽ ആ സ്ഥലത്ത് വെച്ച് ആ അംശം പിടിച്ച് അതിന്റെ ഒരു തരി പിടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നവർ. അതുകൊണ്ടാണ് ഹർ കർബലാ കെ ബാദ് ഇസ്ലാം സിന്ദ ഹോതാ ഹേ, ഹർ കർബലാ കെ ബാദ്. ഇവിടെ കർബല നടന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൗത്രനെ വളരെ നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം തകർന്നു പോയിട്ടില്ലല്ലോ. 1258 മംഗോളിയക്കാർ, ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാർ, ഹുലാഗു ഖാൻ എവിടേക്ക് വന്നു? ബഗ്ദാദിലേക്ക് വന്നിട്ട് 10 ലക്ഷക്കണക്കിന്, 10 അല്ല 30ഉം 40ഉം ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുള്ള മുസ്ലിമീങ്ങളായ അബ്ബാസികൾ ഉണ്ടാക്കിയ ലൈബ്രറികളെ ചുട്ടരിച്ചിട്ട് ഇസ്ലാമിന്റെ സകല ഐഡന്റിറ്റിയും നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മറ്റു രാജ്യങ്ങളിലുള്ള ഇസ്ലാമിന്റെ ഐഡന്റിറ്റി വെച്ചാണ് പിന്നെ ഉസ്മാനിയ ഖിലാഫത്ത് എത്ര വർഷം, 1000 വർഷത്തോളം ഭരിക്കുന്ന ഒരു ഭരണകൂടം എവിടെ ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. ആ ഐഡന്റിറ്റി തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ ചരിത്രത്തിലേക്ക് ഞാൻ വരാം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ നിരന്തരമായി അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ കാലശേഷം 661 അലി തങ്ങൾ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. അന്ന് മുതൽ രാജഭരണമാണ്. ഇതുവരെ പിന്നെ ഡെമോക്രസി ആയിരുന്നു, ജനാധിപത്യമായിരുന്നു ഭരണം. അന്ന് മുതൽ രാജഭരണമായി. ആരും മകൻ 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 മകൻ
തന്റെ മകനെ മരിക്കുന്നതിനു മുമ്പേ നിയമിച്ചുകൊണ്ടാണ് ഓരോ പിതാവ് മരിച്ചു പോകുന്നത്. എത്ര വർഷമാണ് ഉമവികൾ ഭരിച്ചത്? 90 വർഷമാണ് അവർ ഭരിച്ചത്. ആ ഭരിക്കുന്ന സമയത്താണ് വെറും അറേബ്യയിൽ മാത്രം ഒതുങ്ങിയിരുന്നൊരു മതത്തെ, മദീനയിൽ മാത്രം ഒതുങ്ങിയിരുന്ന മതത്തെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പേർഷ്യയുടെ പല ഭാഗങ്ങളും പിടിച്ചിട്ടുണ്ട്, റോമിന്റെ പല ഭാഗങ്ങളും പിടിച്ചിട്ടുണ്ട്. എന്തിനേറെ ബൈത്തുൽ മുഖദ്ദസ് പോലും ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ലാതെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ചിട്ടുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ ഇസ്ലാമിക സാമ്രാജ്യം പടർന്നു പന്തലിച്ചത് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു തുടക്കം കുറിച്ച ഉമയ്യ ഡൈനാസ്റ്റിയുടെ കാലത്താണ്. ഏതുവരെ? സ്പെയിൻ വരെ എത്തി, യൂറോപ്പിലെ സ്പെയിൻ വരെ എത്തി, ചൈന വരെ എത്തി, ആഫ്രിക്ക മുഴുവനും കീഴടക്കി, എന്നിട്ട് ഇന്ത്യ എത്തി. ആലോചിക്കണം മുഅ്മിനീങ്ങളെ, ഗ്രാനഡ മുതൽ അങ്ങ് ഡൽഹി വരെ ഇസ്ലാമിന്റെ സാമ്രാജ്യം പടർന്നു പന്തലിച്ചു. ആരായത്? ഇസ്ലാമിന്റെ സാമ്രാജ്യത്തെ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തിച്ചത് മഹാന്മാരായ സ്വഹാബാക്കളാണ്. അവർക്കിതിന് സന്ദേശം ലഭിച്ചത് എവിടെ നിന്നാണ്? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ ഹജ്ജ് ചെയ്തിട്ട് ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജ് നബി തങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജ് കഴിഞ്ഞിട്ട് നീണ്ട ഒരു പ്രഭാഷണം നടത്തി നബി തങ്ങൾ. എന്നിട്ട് നബി തങ്ങൾ എന്താ പറഞ്ഞത്? ലക്ഷക്കണക്കിന് തടിച്ചുകൂടിയ അനുയായികളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ, ഇത് കേട്ട ആളുകൾ, ഇത് കേൾക്കാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അവർ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അങ്ങ് ചൈനയിലേക്ക് എത്തിയത്, ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു ആഫ്രിക്കയിലേക്ക് എത്തിയത്, താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു സ്പെയിനിലേക്ക് എത്തിയത്, മുഹമ്മദ് ഇബ്നു ഖാസിം ഇന്ത്യയിലേക്ക് എത്തിയത്. എന്തുകൊണ്ട്? ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്. നിങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. ഈ അലനല്ലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മാത്രം അറിയപ്പെടുന്ന ആളല്ല. നിങ്ങളുടെ ലെഗസി ലോകമറിയണം, നിങ്ങളുടെ പൈതൃകം, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ലോകമറിയണം. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, ആലോചിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരമായി യാത്ര ചെയ്യണം. അൽബ്രൂനിയെ പോലെ, ബത്തൂത്തയെ പോലെയുള്ള ആളുകൾ നിരന്തരമായി ലോകം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ജിയോഗ്രഫിയിലും അതേപോലെ ഹിസ്റ്റോറിയോഗ്രഫിയിലും ഒരുപാട് സംഭാവനകൾ ഈ ലോകത്തിന് നൽകി മുസ്ലിം മേഖലയിലുള്ള പണ്ഡിതന്മാർ. അപ്പൊ ഇസ്ലാം പറയുന്നത് എന്താണ്? അഫലം യസീറൂ ഫിൽ അർളി. നിങ്ങൾക്ക് എന്തേ ഭൂമിയിൽ നിരന്തരമായി സഞ്ചരിച്ചുകൂടെ? എന്തിനാ സഞ്ചരിക്കുന്നത്? പുതിയ പുതിയ അറിവുകൾ കിട്ടാൻ, പുതിയ പുതിയ ഭാഷകൾ പഠിക്കാൻ വേണ്ടിയാണ് നിരന്തരമായി നിങ്ങളോട് യാത്ര ചെയ്യാൻ പറഞ്ഞത്. ഈ കേരളത്തിലിരിക്കുന്നവർ എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും നമ്മുടെ സംസാരത്തിനൊരു പരിധിയുണ്ട്. പക്ഷേ നമ്മൾ പുറം ലോകവുമായി നിരന്തരമായി ബന്ധപ്പെടുമ്പോഴാണ് നമ്മുടെ ആക്സന്റ് നന്നാവുന്നത്, നമ്മൾക്ക് ഫ്ലുവൻസി ഉണ്ടാവുന്നത്, നമ്മുടെ സംസാര ശൈലി നന്നാവുന്നത്. അതുകൊണ്ട് സീറൂ ഫിൽ അർളി, നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കണം. പല രാജ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് ബന്ധം വേണം, പല ഭാഷക്കാരുമായി, പല സംസ്കാരങ്ങളുമായി നിങ്ങൾക്ക് ബന്ധം വേണം. അങ്ങനെ 90 വർഷത്തെ കാലയളവിൽ ഇസ്ലാമിനെ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തിക്കാൻ ഉമയ്യ ഡൈനാസ്റ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്തെങ്കിലും വിചാരിച്ച് ഇന്നത്തെ അമേരിക്കയെ പോലെ ലോക പോലീസ് ആയിരുന്നു ആര്? ഇസ്ലാമിക സാമ്രാജ്യം സ്പെയിനിലേക്ക് എത്തി, യൂറോപ്പിലേക്ക് എത്തി. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, അങ്ങനെ വിശാലമായി നീണ്ടുകിടക്കുന്ന ഒരു പ്രദേശമായി, സാമ്രാജ്യമായി ഇസ്ലാം മാറി. ഇന്ത്യയിലെ ഒട്ടുമുക്ക ഭാഗങ്ങളും, വളരെ പാകിസ്ഥാനും മുൾത്താനും അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലുള്ള ഏരിയകളൊക്കെ മുസ്ലിമീങ്ങൾ കീഴടക്കി. ഇങ്ങനെ അവിടുത്തെ 90 വർഷം കൊണ്ട് പിന്നെയാണ് അബ്ബാസികൾ കടന്നു വരുന്നത്. അബ്ബാസികളുടെ കാലമാണ് ഗോൾഡൻ ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അവർ എക്സ്പാൻഷന് വേണ്ടിയിട്ടല്ല സമയം ഉപയോഗിച്ചത്, അവർ കീഴടക്കാൻ വേണ്ടിയും ഒരുപാട് സാമ്രാജ്യങ്ങൾ പിടിക്കാൻ വേണ്ടിയിട്ടുമല്ല അവരുണ്ടായത്. അവരുടെ വർഷം അവർ തെരഞ്ഞെടുത്തത് ഏകദേശം 660 750 അല്ലെ, 661 90 വർഷമാകുമ്പോൾ ഇത്ര ഏകദേശം 750 750 മുതൽ 1258 വരെ 500 വർഷക്കാലമാണ് ആര് ഭരിച്ചത്? അബ്ബാസികൾ. ആ 500 വർഷത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ പണ്ഡിതന്മാരെ ലോകത്തിന് അവർ സംഭാവന ചെയ്തത്. ബൈത്തുൽ ഹിക്മ എന്ന പേരിൽ മഹാനായ അരുൺ റഷീദും മഅ്മൂനും ഒക്കെ ബൈത്തുൽ ഹിക്മ എന്ന പേരിൽ ഒരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം.
ഇന്നത്തെ യൂണിവേഴ്സിറ്റികളെക്കാളും കിടപിടിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു? ആസ്ട്രോണമി ഉണ്ടായിരുന്നു, മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു, മെഡിസിൻ ഉണ്ടായിരുന്നു, ഫിലോസഫി ഉണ്ടായിരുന്നു, ആൽക്കമി ഉണ്ടായിരുന്നു, ജിയോഗ്രഫി ഉണ്ടായിരുന്നു. ഇതെല്ലാം അവിടുത്തെ ഓരോ ശാഖകൾ, ഇൽമിന്റെ ശാഖകൾ. എപ്പോ 833 ഏകദേശം 750 മുതലാണ് അബ്ബാസികൾ തുടങ്ങുന്നത്. ഹാറൂൺ റഷീദിന്റെയും മഅ്മൂന്റെയും കാലത്താണ് സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായത്. ആ സമയത്താണ് ലോകത്തിന്, യൂറോപ്യർക്ക് വെളിച്ചം എന്തെന്നറിയില്ല. ഗ്രീക്ക് ഭാഷയിലായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കാലഘട്ടമാകുമ്പോൾ ലോകത്തിന്റെ ഭാഷ അറബിയായി. അറബി പഠിച്ചാലേ നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലായി. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബഗ്ദാദിൽ വന്ന് ബിരുദമെടുക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഹാർവാർഡും കാംബ്രിഡ്ജും ഒക്കെ പറയുന്നത് പോലെ ബഗ്ദാദിൽ പോയി പഠിച്ചാലേ ജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിച്ചിരുന്നുള്ളൂ. ആ ബഗ്ദാദിൽ 4 ലക്ഷം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. $700 മില്യൺ അന്ന് ഹാറൂൺ റഷീദും മഅ്മൂനും ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചെലവഴിച്ചത് $700 മില്യൺ. $700 മില്യൺ ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് $700 മില്യൺ എന്ന് പറഞ്ഞ എത്രയായി? നമ്മുടെ മഹല്ലുകൾ എഡ്യൂക്കേഷന് വേണ്ടി എത്ര പൈസ മാറ്റി വെക്കാറുണ്ട്? നിങ്ങൾ ആലോചിക്കുക. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മഹല്ലുകളിൽ നിന്ന് എത്ര പൈസ മാറ്റി വെക്കാറുണ്ട്? ജനറൽ ബോഡി വരുമ്പോ കണക്ക് അവതരിപ്പിക്കൂലേ? എന്തെങ്കിലും പറയാം, ഉസ്താദുമാരുടെ ശമ്പളം, മദ്രസ, അതിങ്ങനെ പാരമ്പര്യമായി ബഹുമാനപ്പെട്ട മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും ബാഫഖി തങ്ങളെ പോലെയുള്ള നേതാക്കളുടെ ഒക്കെ കഠിന പ്രയത്നം കൊണ്ടൊരു മദ്രസ സിസ്റ്റം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഫി സ്ഥാപനങ്ങളും ഹുദവി സ്ഥാപനങ്ങളും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി. അതിപ്പോ എല്ലാ മഹലിലും ഇങ്ങനെ സ്ഥാപനങ്ങളൊന്നും ഇല്ലല്ലോ, മദ്രസയുണ്ട്. നിങ്ങൾ എന്ത് ചെലവഴിച്ച് കണക്ക് വായിക്കുമ്പോൾ ഉസ്താദുമാരുടെ ശമ്പളം മദ്രസ ഒരു എഡ്യൂക്കേഷൻ തന്നെയാണല്ല എന്ന് പറയുന്നില്ല. അതിനപ്പുറം എന്തുണ്ടായി? അതിനപ്പുറം നിങ്ങൾ ഇൽമിന് വേണ്ടി എത്ര സമ്പത്ത് മാറ്റിവെച്ചു? എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾ എന്ത് പദ്ധതി ആവിഷ്കരിച്ചു? ഏത് മഹലിന് അവകാശപ്പെടാൻ കഴിയുക? എഡ്യൂക്കേഷനും ഇൽമും വിദ്യാഭ്യാസവും ഇല്ലാതെ ഒരു സമൂഹത്തിന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുക? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഇന്ന് ആസ്ട്രോണമിയും മാത്തമാറ്റിക്സും മെഡിസിനും ഫിലോസഫിയും ആൽക്കമിയും ജിയോഗ്രഫിയും ഒക്കെ. ഈ ആരാ ഇതൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് കാമുകിയുടെ വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുമ്പിൽ കാമുകിയോർത്ത് കരഞ്ഞിരുന്നവർ പ്രാണി ഇങ്ങനെ പിടിച്ചിട്ട്, ഓ പ്രാണി നീ എന്തൊരു ഭാഗ്യവാനെന്ന്, കള്ളിൽ വീണ് മരിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയല്ലോ. കള്ളിൽ വീണ് മരിക്കാൻ ഭാഗ്യം കിട്ടിയ പ്രാണിയെ പിടിച്ചിട്ട് നീ കള്ളിൽ മരിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടില്ല, എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല എന്ന് ബേജാറ് പറഞ്ഞവർ, മരിച്ചാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ തന്നെ മറമാടണമെന്ന് പാട്ടുപാടിയവർ, ഇവരാണ് പിന്നെ എന്തുണ്ടായത്? ഈ പറയുന്ന $700 മില്യൺ ചെലവഴിച്ചൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. ആകാശങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ നോക്കൂ, മെഡിസിനിൽ മഹാന്മാരായ പ്രഗത്ഭരായ റാസിയെ പോലെ, തബരിയെ പോലെ, ഇബ്നു സീനയെ പോലെ, മാജൂസിയെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ എണ്ണിയാൽ തീരാത്ത പണ്ഡിതന്മാരുണ്ട്. ഇവര് ലോകമറിയപ്പെട്ട പ്രഗത്ഭരായ ചില ആളുകൾ. ഇനി മാത്തമാറ്റിക്സ് നമ്മളെടുത്താൽ ഖുവാറസ്മിയെ പോലെയുള്ള ആളുകൾ, ഉമറുൽ ഖയ്യാമിനെ പോലെ ആളുകൾ, അതുപോലെ തന്നെ അൽബിറൂനിയെ പോലെയുള്ള ആളുകൾ. ആസ്ട്രോണമി എടുക്കുമ്പോൾ അവിടെയും ഒരുപാട് പണ്ഡിതന്മാർ, ആൽക്കമി എടുക്കുമ്പോൾ അവിടെയും ഒരുപാട് പണ്ഡിതന്മാർ, ഹിസ്റ്റോറിയോഗ്രഫി എടുക്കുമ്പോൾ അവിടെയും ബാലാദൂരിയെ പോലെ, തബരിയെ പോലെയുള്ള ആളുകൾ, ഇബ്നു അസീർ, അൽ മസൂദി. ഫിലോസഫി എടുക്കുമ്പോൾ അൽ കിന്ദി, ഫാറാബി, ഇബ്നു സീന, ഗസാലി, എന്തിനേറെ അരിസ്റ്റോട്ടലിന്റെയും ടോളമിയൊക്കെ തിരുത്താനുള്ള കഴിവ് മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ടായില്ലേ? അരിസ്റ്റോട്ടലിന്റെ വലിയ വലിയ ഫിലോസഫിയൊക്കെ തിരുത്താൻ മുസ്ലിമീങ്ങൾ തയ്യാറായി എന്ന് പറഞ്ഞാൽ ആരായി മാറ്റം ഉണ്ടാക്കി കൊടുത്തത്? പരിശുദ്ധ ഖുർആനിലെ ഇഖ്റ എന്ന് പറയുന്ന വചനമാണ്. ഇഖ്റ എന്ന് പറയുന്ന വചനം, അല്ലാഹുവിന്റെ നാമത്തിൽ നീ വായിക്കണമെന്ന് പറഞ്ഞു. ആ നബിച്ചങ്ങളാണ് പറഞ്ഞത്, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ ഇൽമ പഠിക്കണമെന്ന് പറഞ്ഞത്. ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ ഇൽമ പഠിക്കണം. വഴികൾ എത്ര ദുർഘടമായാലും, പാതകൾ എത്ര പ്രയാസം നിറഞ്ഞതായാലും നിങ്ങളുടെ ഇൽമ പഠിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കൂലേ? നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ, വിലപ്പെട്ട ഒരു സ്വർണ്ണാഭരണം വാല് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ വള കാണുന്നില്ല,
ആഭരണം കാണുന്നില്ല. തിരിച്ചു വന്ന് നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ കംപ്ലൈന്റ് കൊടുക്കേണ്ട, ഒരു സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടിയാൽ അറിയിക്കണം. എത്രത്തോളം മൂല്യമാണ് ഒരു മൊബൈലിന് സ്വർണ്ണാഭരണത്തിന് നിങ്ങൾ നൽകുന്നത്? അത് കിട്ടുന്നത് വരെ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അതേപോലെയാണ് ഒരു മുഅ്മിനിന് നഷ്ടപ്പെട്ടു പോയ വലിയൊരു അമൂല്യമായ സ്വത്താണ് ഇൽമ് എന്ന് പറയുന്നത്. അത് തിരിച്ചു കിട്ടുന്നത് വരെ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണമെന്നല്ലേ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. തിരിച്ചു കിട്ടൽ എങ്ങനെയാണ്? അബ്ബാസികളുടെ കാലത്തേക്ക് നമ്മൾ പോകണം. ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന സുവർണ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ പോകുമ്പോൾ അവരുണ്ടാക്കിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവർ നൽകിയൊരു സംഭാവനയുണ്ട്. ആ സംഭാവന നമ്മൾക്കും ഇനി വരാനിരിക്കുന്ന ജനറേഷന് കൈമാറാൻ കഴിയണം. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം നൽകിയ സംഭാവനയാണ്. ഇതേ ഒരു സംഭാവന എന്താ നമ്മൾക്ക് നൽകാൻ കഴിഞ്ഞത്? ഇപ്പൊ കലാം എന്ന് പറയുന്ന APJ അബ്ദുൽ കലാം, എനിക്കറിയാം അദ്ദേഹം കാലങ്ങളോളം ഇന്ത്യ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുമെന്ന്. അദ്ദേഹം നൽകിയ സംഭാവന സയൻസിലാണ്. താജ്മഹൽ ഉണ്ടാക്കിയ ഷാജഹാനെ കുറിച്ച് ആരാ ഇവിടെ ചർച്ച ചെയ്യുന്നത്? ഷാജഹാൻ ഉണ്ടാക്കിയ താജ്മഹൽ ഒരു മോണുമെന്റ്സ് തന്നെയാണ്, ഒരു സ്മാരകം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യക്കാർ ഒരുപാട് കാശുണ്ടാക്കി എന്നുള്ളത് ശരി തന്നെയാണ്. കുത്തുബ് മിനാറും ചെങ്കോട്ടയും അതുപോലെ താജ്മഹലൊക്കെ അന്നുണ്ടാക്കിയ ആർക്കിടെക്റ്റിന്റെ വലിയ ശില്പശാലങ്ങളാണ്, അവരുടെ കലകളാണ്. എന്നാൽ അതാരാ ഇന്ന് ചർച്ച ചെയ്യുന്നത്? അത് നമ്മൾ കാണാൻ പോകുന്നുണ്ട് എന്ന് ശരി തന്നെയാണ്. എന്നാൽ അവരെ കുറിച്ച്, ഷാജഹാനെ കുറിച്ച്, കുത്തുബുദ്ദീൻ ഐബക്കിനെ കുറിച്ചൊക്കെ ആരാ ഇന്ന് ചർച്ച ചെയ്യുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാർ. അപ്പൊ ഇൽമാണ് നമ്മൾ ലോകത്തിന് സംഭാവന ചെയ്യേണ്ടത്, ഇൽമാണ്. അതിനുവേണ്ടിയാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിനുവേണ്ടിയാണ് മതവും ഭൗതികതയും തിരിച്ചറിയുന്ന പണ്ഡിതന്മാരെ സമൂഹത്തിൽ വാർത്തെടുക്കാൻ ശ്രമിച്ചത്. ദാർഹുദയുടെ തുടക്കം അങ്ങനെയായിരുന്നു. വാഫി കോളേജുകളുടെ തുടക്കം അങ്ങനെയായിരുന്നു. ആർക്കെത്ര പൊള്ളിയാലും ആർക്കെത്ര പ്രയാസം തോന്നിയാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഉറങ്ങിക്കിടക്കേണ്ടവരല്ല, നമ്മൾ മടിയന്മാരായി അലസന്മാരായിരിക്കേണ്ടവരല്ല. എത്ര കാലം നമ്മൾക്ക് പഠിക്കാൻ പറ്റുമോ അത്ര കാലം പഠിക്കണം. പഠനത്തിനൊരു എൻഡില്ല, പഠനത്തിനൊരു അവസാനമില്ല. ആർക്കെങ്കിലും പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഞാൻ എല്ലാം പഠിച്ചു. ഒരു PhD എടുത്ത ഒരു സ്കോളറോട് പോലും, ഒരു പണ്ഡിതനോട് പോലും അയാൾ പഠിച്ച ഒരു വിഷയത്തിൽ അയാൾക്ക് മറുപടി പറയാൻ കഴിയുമെന്നല്ലാതെ മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അയാൾക്ക് മറുപടി അറിയില്ല. ഒരു ഡോക്ടർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാൾ, PhD എടുത്ത ഒരാൾ ഒരു ഗൈഡിന്റെ കീഴിൽ 3, 4, 5 വർഷക്കാലം മൈന്യൂട്ടായ ഒരു വിഷയം നിരന്തരമായി പഠിച്ച് അയാൾ ഒരു തീസിസ് അയാൾ സമർപ്പിക്കുന്നു. ആ തീസിസിനെ കുറിച്ച് ചോദിച്ചാലല്ലാതെ മറ്റൊരു വിഷയം ചോദിച്ചാൽ അയാൾക്ക് പറയാൻ കഴിയുമോ? അപ്പൊ പഠനം തീരുന്ന ഒരു പ്രോസസ് അല്ല, മരണം വരെ തുടരേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? നിങ്ങൾ ആലിമീങ്ങളാവണം, നിങ്ങൾ ആലിമീങ്ങളാവണം, അതല്ലെങ്കിൽ മുതഅല്ലിമീങ്ങളാവണം. മരിക്കുന്നത് വരെ പഠിക്കുന്ന ഒരു മുതഅല്ലിം, മരിക്കുന്നത് വരെ പഠിക്കുന്ന ഒരു ആലിം. പിന്നെയോ ഔ മുഹിബ്ബ, പഠിക്കാനും കഴിഞ്ഞില്ല, പഠിപ്പിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ നിങ്ങൾ സ്നേഹിച്ചു കൊണ്ടേയിരിക്കണം മരിക്കുന്നത് വരെ. മരണം വരെ അവരെ സ്നേഹിക്കുന്നവരാവണം. ഔ മുസ്തമിഅ, ഇവർ പറയുന്നതനുസരിക്കുന്നവരാവണം. ഇവർക്ക് സാമ്പത്തികമായി സഹായിക്കുന്നവരാകണം, ശാരീരികമായി സഹായിക്കുന്നവരാവണം, ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാകണം.